ഹായ് ഓൾ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നൊരു കേക്ക് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3 മുട്ട, അരക്കപ്പ് പഞ്ചസാര, ഒരു നുള്ള ഉപ്പിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് വാനില എസെൻസും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും പിന്നെ 1/4 സ്പൂണ് സോഡാപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1 കപ്പ് മൈദ കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി വിരിച്ച് അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അവിടെ മൂടി വെക്കുക. ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴേക്ക് അത് റെഡിയാവും. അപ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ടെൻഡർ കോക്കനട്ടാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്, കുറച്ച് പേസ്റ്റ് ആക്കിയിട്ടും വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഫിയോണ ക്രീം എടുത്ത് അത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ അടിച്ച് വെച്ച ഇളനീറിൻ്റെ പൾപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇളനീറിൻ്റെ വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര കൂടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി അതും വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ കേക്കൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിന്മേലുള്ള മിനുക്ക് പണിയാണ്. അപ്പോൾ അത് ഇവിടെ നടക്കട്ടെ. ഓരോന്നും സ്ലൈസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബോർഡ് എടുത്ത് അതിൻ്റെ മേലേക്ക് കുറച്ച് ക്രീമാക്കി നമ്മളുടെ ഒരു ലെയർ വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ച സിറപ്പ് ഒഴിച്ചു കൊടുത്ത് പിന്നെ ക്രീമും കൂടി തേച്ച് കൊടുത്ത് പിന്നെ അതിൻ്റെ മേലെ വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് കുറച്ച് പിന്നെ ഇളനീറിൻ്റെ കഷ്ണാക്കി വെച്ചത് ഇട്ട് കൊടുത്ത് അതുപോലെ ഓരോ ലെയറും സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്തിന് കേക്ക് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ മാഷാ അല്ലാ അൽഹംദുലില്ലാ ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. എന്താണെന്നറിയോ, 1K സബ്സ്ക്രൈബർ ആയതുകൊണ്ടാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയത്. മാഷാ അല്ലാ അൽഹംദുലില്ലാ പറയാൻ വാക്കുകളില്ല. എന്താണെന്ന് വെച്ചാൽ ഞാൻ കേക്ക് ഉണ്ടാക്കി കഴിയുന്ന സമയമാകുമ്പോഴേക്ക് 1.6K ആയിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടത്, നിങ്ങളോട് എങ്ങനെ നന്ദി പറയുമെന്ന് എനിക്കറിയില്ല. എന്നെ സപ്പോർട്ട് ചെയ്ത് സഹകരിച്ച എല്ലാവർക്കും ഒരുപാട് 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 താങ്ക്സ്. ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെ മാത്രമാണ് ഞാൻ വിജയിച്ചത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആകുന്നൊന്നും വിചാരിച്ചിട്ടില്ല. അൽഹംദുലില്ലാ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. ടേസ്റ്റ് വൈസ് സൂപ്പറാണ്. പക്ഷേ മിനുക്ക് പണിയൊന്നും എനിക്കങ്ങനെ വല്ലാണ്ട് അറിയില്ല. ഞാനങ്ങനെ കേക്കിന് ഈ കലാബോധമൊന്നും അങ്ങനെ വല്ലാണ്ടില്ല എനിക്ക്. അതുകൊണ്ട് അറിയുമ്പോലൊന്ന് ഇത് ഇങ്ങനത്തെ കേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ വെച്ചിട്ടില്ല. അപ്പോൾ അന്നേരം മുതലുണ്ട് എനിക്ക് ഇങ്ങനെ ആക്കണമെന്നില്ല, അതുകൊണ്ടാക്കിയതാണ്. അപ്പോൾ ഇതാ നമ്മൾ 1.5K എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് പരിപാടി കേക്ക് കട്ടിങ് ആണ്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഇവിടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ നിങ്ങൾക്കാണ് ഞാൻ കട്ട് ചെയ്തിട്ട് തരുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഇനി പുതിയൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ ബൈ.